ഹായ് ഹലോ വെൽക്കം ടു I+ ട്രെയിനിങ് സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബാങ്കിങ് റീസണിങ്ങിൻ്റെ തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ്, സിലോജിസം. ഓക്കെ, നമുക്ക് എത്ര പെട്ടെന്ന് ചെയ്ത് നമുക്ക് സ്കോർ മേടിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമുക്ക് സ്കോർ മേടിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ സിലോജിസം എന്ന് പറയുന്നത്. 1 മിനിറ്റിൽ 5 ചോദ്യം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് അറിയണം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് 1 മിനിറ്റിൽ 5 ചോദ്യം ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളും കുറച്ച് ബേസിക് കോൺസെപ്റ്റും എല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഒന്ന് പഠിച്ചിരിക്കണം. നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗത്തിലേക്ക് പോവാം അല്ലേ, എന്താണെന്ന് നോക്കാം. കുറച്ച് ആദ്യം നിങ്ങൾ അത് അറിയുക, കുറച്ച് ടൈപ്പ് ഓഫ് സിലോയിസംസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെ ടൈപ്പ് ഓഫ് സിലോയിസംസ് നമുക്ക് ഉണ്ടെന്ന് നോക്കാം. ഒന്ന്, ആദ്യം പഠിക്കേണ്ട എന്താ, അവന്മാരുടെ ബേസിക് കോൺസെപ്റ്റുകളൊന്ന് അറിയുക. ഓക്കെ, കുറച്ച് കാര്യം എന്ന് വെച്ചാൽ കുറച്ച് വേർഡ് ഉണ്ട്. അപ്പോൾ ആ വേർഡൊക്കെ ഒന്ന് നമുക്കൊന്ന് പരിചയമാവുക. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ബേസിക് കോൺസെപ്റ്റ്. എയ്തർ ഓർ കേസ് ഉണ്ട്, അതേപോലെ പോസിബിലിറ്റി വരുന്ന കേസ് ഉണ്ട്, പിന്നെ പോസിബിലിറ്റി കേസ് ഉണ്ട്, അതുപോലെ ക്യാൻ ബി ക്യാൻ നെവർ ബി എന്ന് പറയുന്ന കേസ് ഉണ്ട്, അതേപോലെ ട്രെൻഡിങ് ഓർ ന്യൂ പാറ്റേൺ. ഈ ട്രെൻഡിങ് പാറ്റേൺ എന്ന് പറയുമ്പോൾ IBPS എക്സാമിന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ, അതാണ് നമ്മുടെ ട്രെൻഡിങ് അല്ലെങ്കിൽ ന്യൂ പാറ്റേൺ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് എന്താണ് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാറുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം നമുക്ക് 1 മിനിറ്റിൽ 5 ചോദ്യം എത്ര പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കണം അല്ലേ. പെട്ടെന്ന് ചെയ്ത് തീർക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം. ആണ്. അപ്പോൾ അതേപോലെ തന്നെ റിവേഴ്സ് സിലോജിസം, കോഡഡ് സിലോജിസം, ഇവന്മാർ രണ്ടുപേരും, ഈ പറയുന്ന 2 പേരും മെയിൻസ് ലെവലിലേ ചോദിക്കുകയുള്ളൂ, അല്ലാതെ പ്രിലിംസ് ലെവലിലൊന്നും അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. ഇത് രണ്ടും മെയിൻസിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഏതാ, നമ്മുടെ റിവേഴ്സ് സിലോയിസവും അതേപോലെ തന്നെ കോഡഡ് സിലോയിസവും. ഓക്കെ, ബാക്കി എല്ലാവരും നമുക്ക് എന്തിനുള്ളതാ, നമുക്ക് എല്ലാവരും നമ്മുടെ പ്രിലിംസ് ലെവൽ എക്സാമിന് തന്നെ നമുക്കുള്ള സാധനങ്ങളാണ് എല്ലാവരും. പക്ഷേ യവന്മാർ 2 പേര് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. യവന്മാർ 2 പേരെ നിങ്ങൾ എവിടെ ചോദിക്കുകയുള്ളൂ, അവന്മാർ മെയിൻസ് ലെവൽ മാത്രമേ ചോദിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ലെവൽ എക്സാം പഠിക്കുമ്പോൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, അവരെ നോക്കാം. ഓക്കെ അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഇതിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് കുറച്ച് വേർഡ്സുകൾ നമ്മളൊന്ന് അറിയണം. വേർഡ്സ് ടു റിമെമ്പർ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നമ്മുടെ വേർഡുകളാണ് ഏതാ, ദായവന്മാർ. ഓക്കെ, അറിയുക ഏതൊക്കെയുണ്ട്. ഒന്നാമത്തെ വേർഡ് ഓൾ എന്ന് പറയുന്ന വേർഡാണ്. ഒന്നാമത്തെ വേർഡ് ഏതാ, ഓൾ. അപ്പോൾ എന്താ, നമുക്ക് ഓൾ എന്ന് പറയുന്ന വേർഡിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് അറിയണമല്ലോ. ഓൾ. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, എല്ലാവരും ഉണ്ടെന്നല്ലേ. ഓൾ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, എല്ലാവരും ഉണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ചോദ്യം ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിലോയിസത്തിനെ പറ്റി ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് അറിയണം അല്ലേ. കാരണം നിങ്ങൾ പണ്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരിക്കുന്ന സാധനങ്ങളല്ലല്ലോ ഈ സിലോയിസൊക്കെ. നിങ്ങൾക്ക് ചിലപ്പോൾ പരിചിതമായിട്ടുള്ള അല്ലെ അപരിചിതമായിട്ടുള്ള പുതിയ വേർഡുകളായിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്. സിലോയിസത്തിലുള്ള ചോദ്യങ്ങളെല്ലാം വരുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കും. ഓക്കെ, എന്ത് തന്നിരിക്കും, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കും. ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് 1, 2, 3 എന്ന് പറയുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കാണും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കാണും. അതിൻ്റെ കൂടെ കുറച്ച് കൺക്ലൂഷൻസും ഉണ്ടാകും. എന്തുണ്ടാകും, കൺക്ലൂഷൻസ് ഉണ്ടാകും. ഓക്കെ, ആ കൺക്ലൂഷൻസും ഒന്നാമത്തെ കൺക്ലൂഷൻ, രണ്ടാമത്തെ കൺക്ലൂഷൻ, അതേപോലെ മൂന്നാമത്തെ കൺക്ലൂഷൻ ചിലപ്പോൾ വരാം. ഓക്കെ, കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കൺക്ലൂഷൻസ് ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. അത് വെച്ചിട്ട് നമ്മുടെ കൺക്ലൂഷൻസ് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം നോക്കുക. വേറെ ഒന്നും വേണ്ട. വളരെ ഈസി. അവൻ ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ആകപ്പാടെ നോക്കേണ്ടത് അവൻ ശരിയോ തെറ്റോ. ഇതിൽ നിങ്ങൾക്ക് വേറെ ഒരു ചോദ്യവും നിങ്ങൾക്ക് ചോദിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്താ 1 മിനിറ്റിൽ 5 ചോദ്യം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഇതിനേക്കാളും വലിയ ഈസി ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്ക് നമുക്കില്ല. അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ സിലോജിസം എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, കൺക്ലൂഷൻസ് ഉണ്ടാവും. ഈ കൺക്ലൂഷൻസ് വായിച്ചല്ലേ, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ കൺക്ലൂഷൻസ് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം നമ്മൾ എടുക്കുന്ന കാര്യമാണ് നമ്മുടെ സിലോജിസം എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, നോക്കാമല്ലോ. അപ്പോൾ ഈ സിലോജിസം പഠിക്കുമ്പോൾ അതിൽ തന്നെ ആദ്യമായിട്ടുള്ള എന്താ, നമ്മുടെ വേർഡ് ഓൾ എന്ന് പറയുന്ന വേർഡ്.
എല്ലാത്തിലും കാണും, മിക്കവാറും എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലും നമുക്ക് എന്ത് കാണും? ആൾ എന്ന് പറയുന്ന കാര്യം കാണും. അപ്പോൾ എന്താണ് നമുക്ക് ആൾ എന്ന് പറയുന്ന സാധനം ഒന്ന് നോക്കണമല്ലോ, നോക്കണം. അപ്പോൾ ചോദ്യം ഇങ്ങനെയായിരിക്കും, നമുക്ക് നോക്കാം. ഓൾ എ ആർ ബി, ഓൾ എ ആർ ബി എന്ന് പറയുന്ന ഒരു കൺക്ലൂഷൻ എന്ന് വെച്ചാൽ എല്ലാ എയും ബി ആണ് അല്ലേ? ഓൾ എ ആർ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഓൾ എ ആർ ബി ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ? ഒരു സ്റ്റേറ്റ്മെന്റ് ഓൾ എ ആർ ബി, ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ? എല്ലാ എയും ബി ആണ്. ഓക്കെ, ഇപ്പോൾ ഇതൊരു ഹൗസ് ആണെന്ന് വെച്ചോ, എ എന്ന് പറയുന്ന ഒരു ഹൗസാ. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു ഹൗസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഒരു വീടുണ്ട്. ഓക്കെ, എയിലുള്ള എല്ലാ ആൾക്കാരും ഇപ്പോൾ ബി എന്ന് പറയുന്ന മറ്റൊരു ഹൗസാ, ബി എന്ന് പറയുന്ന മറ്റൊരു ഹൗസ്. ഓക്കെ, ഇങ്ങനെ ഒരു രണ്ട് ഹൗസ് ഉണ്ട്. ഇവിടെ എ എന്ന് പറയുന്ന ഒരു ഹൗസ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു ഹൗസ് ഉണ്ട്. എക്കകത്തും കുറേ ആൾക്കാരുണ്ട് ഉണ്ടല്ലോ, എക്കകത്ത് കുറേ ആൾക്കാരുണ്ട്, അതുപോലെ ബിക്കകത്തും കുറേ ആൾക്കാരുണ്ട്. ഓൾ എ ആർ ബി എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയാണ്. എന്ന് വെച്ചാൽ എയിലുള്ള എല്ലാ ആൾക്കാരും ബിയിലോട്ട് പോകും. എന്താ? എയിലുള്ള എല്ലാ ആൾക്കാരും എങ്ങോട്ട് പോകും? ബിയിലോട്ട് പോവും. ആരെങ്കിലും പോവാതിരിക്കുവോ? ഇല്ല. എയിൽ എന്തൊക്കെ ഉണ്ടോ? ഇവിടെ ഒരു 10 പേരുണ്ടെങ്കിൽ ഈ 10 പേരും എങ്ങോട്ട് പോവും? ബിയിലോട്ട് പോകും എന്ന് മാത്രമാണ് പറയുന്നത്. എന്താ? എയിലുള്ള എല്ലാവരും, എയിലൊരു 10 ആൾക്കാരുണ്ടെങ്കിൽ ഈ 10 ആൾക്കാരും എങ്ങോട്ട് പോകും? ബിയിലോട്ട് പോകും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ സിലോജിസത്തിലായാലും എല്ലാത്തിലും നമ്മൾ ഈ ഒരു ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാ? വെൻ ഡയഗ്രാം വരച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്. എന്ത് ചെയ്തിട്ടാണ്? നമ്മൾ വെൻ ഡയഗ്രാം വരച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. വെൻ ഡയഗ്രാം എന്ന് പറയും. വെൻ ഡയഗ്രാം. ഓക്കെ, ഈ വെൻ ഡയഗ്രാം നമ്മൾ ഒരു +2 അല്ലെ, നിങ്ങളൊരു +2 മാത്സ് ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വെൻ ഡയഗ്രാം ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കാണും. അപ്പോൾ അതേപോലെ അതിൻ്റെ ഒരു കുഞ്ഞു വേർഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ കേസ് ആളിൽ വരുന്നത് എന്താ? എല്ലാ എയും എങ്ങോട്ട് പോവും? ബിയിലോട്ട് പോവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെൻ ഡയഗ്രാമിൽ ഓളിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഓൾ എ ആർ ബി, എയിലുള്ള എല്ലാവരും ബിയിലോട്ട് പോകും. ഇപ്പോൾ എയിൽ ഇത്രയും ഇതാണ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എയും ബിയിലോട്ട് പോകും. ഓൾ എ ആർ ബി. ഓക്കെ, ക്ലിയർ? ഓൾ. അപ്പോൾ നമ്മുടെ സെന്റൻസിൽ ഓൾ എ ആർ ബി എന്ന് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ടെങ്കിൽ, ഓൾ എ ആർ ബി എന്ന് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എങ്ങനെയാ വരയ്ക്കുള്ളൂ? ഓൾ എ ആർ ബി, എല്ലാ എയും ബി ആണ്. ക്ലിയർ? ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് കുറച്ച് കൺക്ലൂഷൻസ് എടുക്കാൻ പറ്റും. ഇതിൽ നിന്ന് എന്തെടുക്കാൻ പറ്റും? എനിക്ക് കുറച്ച് കൺക്ലൂഷൻസ് എടുക്കാൻ പറ്റും. കൺക്ലൂഷൻസ്. എനിക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന കൺക്ലൂഷൻസ് എന്താ? എല്ലാ എയും ബിയിലോട്ട് പോവും എങ്കിൽ എല്ലാ ബിയും എയിലോട്ട് പോകുമെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ എ ഉണ്ട്, എന്റെ വീട് ഇവിടെ ഇരിക്കുക, ബിന്റെ വീട് ഇവിടെ ഇരിക്കുക അല്ലെ? എന്റെ വീട് ഇവിടെ ഇരിക്കുക, ബിന്റെ വീട് ഇവിടെ ഇരിക്കുക. ഓക്കെ, എയിലുള്ള എല്ലാവരും എങ്ങോട്ട് പോകും? എയിലുള്ള എല്ലാവരും ബിയിലോട്ട് പോകും. എന്ന് വെച്ച് ബിയിലുള്ള എല്ലാവരും എയിലോട്ട് പോകണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഇല്ല. പറയാൻ നമുക്ക് പറ്റുമോ? പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് പറയാൻ പറ്റും. എന്താ? എയിലുള്ള എല്ലാവരും ബിയിലുണ്ട്, എയിലുള്ള എല്ലാവരും ബിയിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയിലുള്ള കുറച്ച് ആൾക്കാർ ആരായിരിക്കും? എ അല്ലേ? കണ്ടോ, ഇത് മൊത്തം ബിയാ, ഈ മൊത്തം വോളിയം എന്ന് പറയുന്നത് ബിയാ. ഈ ബിയിൻ്റെ അകത്തുള്ള കുറച്ച് ആൾക്കാർ എന്താണ്? എ തന്നെയല്ലേ? അപ്പോൾ നമുക്ക് പറയാം, ഒരു കൺക്ലൂഷൻ നമുക്ക് എടുക്കാം. ഇതുപോലെയാണ് സ്റ്റേറ്റ്മെന്റ് എങ്കിൽ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന ഒരു കൺക്ലൂഷൻ സം ബി ആർ എ ആണ്. സം ബി ആർ എ ആണ്. ഓക്കെ, സം ബി ആർ എ. കുറച്ച് ബി എന്താണ്? എ ആണ്. കുറച്ച് ബി എ അല്ലേ? കണ്ടോ, ഇത്രയുള്ള ബിയിൽ ഇത്രയും ഭാഗം വരുന്ന ബി എ തന്നെയല്ലേ? കണ്ടോ, ഇതൊരു ഇത്രയും വോളിയം ആണെന്ന് വെച്ചു, ഇത്രയും വോളിയം ബിന്റെ വോളിയമാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ വോളിയം ഇത്രയല്ലേ? അപ്പോൾ ബി മൊത്തം വോളിയത്തിൽ ശകലം വോളിയം ആരുടെയാ? എന്റെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം സം ബി ആർ എ. പറഞ്ഞൂടെ? ഡൗട്ട് ഇല്ല. അപ്പോൾ
എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ് ഓൾ എ ആർ ബി. അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിൽ നിന്ന് എന്ത് കൺക്ലൂഷൻ മനസ്സിലാക്കാൻ പറ്റും? സം ബി ആർ എ എന്നൊരു കൺക്ലൂഷൻ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതെൻ്റെ ഒരു കൺക്ലൂഷൻ ആണ്. ഓക്കെ, ഡെഫിനറ്റാ, ഇത് ഉറപ്പായിട്ടും വരുന്നതാ. ഡെഫിനറ്റ്ലി ഉറപ്പായിട്ടും എന്തുണ്ട്? സം ബി ആർ എ ആണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാണ്. ശ്രദ്ധിക്കുക, വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഉറപ്പായിട്ടും കുറച്ച് ബി എ ആയിരിക്കും. ഇനി നമ്മളെ ഈ ഒരു വൃത്തം ഞാനിങ്ങനെ വരച്ചു അല്ലേ? ഇപ്പം ഞാൻ കുറച്ച് വലുതാക്കി വരച്ചതല്ലേ? ഞാൻ ബീനെ ഒന്ന് ചെറുതാക്കിയപ്പോൾ എന്ത് വന്നു? ബി ഇപ്പോൾ ഇതുപോലെ വന്നു. ബീൻ്റെ വോളിയം കുറഞ്ഞില്ലേ അല്ലേ? പുറത്ത് മൊത്തം വോളിയായിരുന്നു, ഇപ്പോൾ ബീൻ്റെ വോളിയം കുറഞ്ഞു. ഇങ്ങനെ കുറഞ്ഞ് ബിക്ക് ഏതുവരെ വരാൻ പറ്റും? ഏതുവരെ വരാൻ പോസിബിൾ ആണ്? ഇപ്പോൾ എ ഇത്രയും ഉണ്ടെങ്കിൽ ബിക്ക് എത്ര വരെ വരാൻ പറ്റും? ബിക്ക് ഇത് കുറഞ്ഞ് ഇതേപോലെ തന്നെ വന്നൂടെ? ഇതുപോലെ വരാൻ പറ്റുമല്ലോ. എയുടെ അടുത്ത് വരാൻ പറ്റുമല്ലോ. എന്ന് വെച്ചാൽ എയും ബിയും തുല്യമാകില്ലേ? എയും ബിയും തുല്യമായിട്ട് വരാമല്ലോ. ബി അകത്ത് പോവുമോ? ഇതുപോലെ വലിയ വോളിയോ കുറഞ്ഞ് എവിടെ വരാം? എ വരെ വരാൻ പോസിബിൾ ആണ്. അതിൻ്റെ അകത്ത് പോവോ? എയിൻ്റെ അകത്ത് പോവോ? ഇല്ല, കാരണം ഓൾ എ ആർ ബി ആണ്. അപ്പോൾ അകത്ത് വെക്കഴിഞ്ഞാൽ കുറച്ച് എ പുറത്ത് കിടക്കില്ലേ? ഇല്ല. അപ്പോൾ അങ്ങനെ വരാൻ പറ്റില്ല. അപ്പോൾ ഏതുവരെ വരാം? ഓൾ എ ആർ ബി അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് തിരിച്ചു പറയാം, ഓൾ ബി ആർ എ ഈസ് എ പോസിബിലിറ്റി എന്ന് പറയാം. അതൊരു പോസിബിലിറ്റി ആണ്. എന്ത് പറയാം? ഓൾ ബി ആർ എ ഈസ് എ പോസിബിലിറ്റി എന്ന് പറയാം. വളരെ ഇമ്പോർട്ടൻറ്റ്. എനിക്ക് രണ്ട് കൺക്ലൂഷൻസ് കിട്ടും. എനിക്ക് ഓൾ എ ആർ ബി എന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ നിന്ന് രണ്ട് കൺക്ലൂഷൻ കിട്ടും. ഒന്നാമത്തെ കൺക്ലൂഷൻ സം ബി ആർ എ ആണെന്ന് പറയുന്ന ഒരു കൺക്ലൂഷൻ, അത് ഡെഫിനിറ്റ് ആണ്, ഉറപ്പായിട്ടും ഉള്ളതാണ്. രണ്ടാമത്തെ കൺക്ലൂഷൻ ഓൾ ബി ആർ എ ഈസ് എ പോസിബിലിറ്റി, ഒരു പോസിബിലിറ്റി ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻസ് കൂടെ ഇവിടെ നിന്ന് കിട്ടും. അതൊരു പോസിബിലിറ്റി അല്ലേ? അതൊരു സാധ്യതയല്ലേ? അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടല്ലോ. വലിയ വോളിയം കുറഞ്ഞ് എ വരെ വരാൻ ചാൻസ് ഉണ്ടല്ലോ. ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാണ് എൻ്റെ രണ്ടാമത്തെ കൺക്ലൂഷൻ. ഓക്കെ, ക്ലിയർ? രണ്ട് കൺക്ലൂഷൻ. അപ്പോൾ എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓൾ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് രണ്ട് കൺക്ലൂഷൻസ് ഉണ്ട് അല്ലേ? ഒന്നാമത്തത് സ്റ്റേറ്റ്മെന്റ്, അപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ്, ഓളിൽ തുടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കൺക്ലൂഷൻ എന്താ? സം ബി ആർ എ എന്ന് പറയുന്ന ഒരു കൺക്ലൂഷൻ ഉണ്ട്. അതുപോലെ ഇത് ഡെഫിനിറ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻ ആണ്. എൻ്റെ രണ്ടാമത്തെ കൺക്ലൂഷൻ എന്താ? അത് ഓൾ ബി ആർ എ ഈസ് എ പോസിബിലിറ്റി. അതൊരു പോസിബിലിറ്റി ആണ്. അതെന്താണ്? അതൊരു പോസിബിലിറ്റി ആണ്. ഓൾ ബി ആർ എ ഈസ് എ പോസിബിലിറ്റി. ഒരു പോസിബിലിറ്റി ഉണ്ട്. ക്ലിയർ? ഓക്കെ ആണോ? സെറ്റാണോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? കുഴപ്പമൊന്നുമില്ലല്ലോ, മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ആണ്. അപ്പോൾ എന്റെ കാര്യം കഴിഞ്ഞു. ഓക്കെ, എ കഴിഞ്ഞു. ഇനി എ ഇല്ല. അപ്പോൾ രണ്ട് കാര്യങ്ങൾ. രണ്ടാമത്തേൽ പോവാമല്ലോ. അപ്പോൾ ഞാൻ ഇത് പറയുന്ന ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിൽ ഈ ഓള്, സമ്മ്, നോട്ട്, ഇനി ഈ ഒരു മൂന്ന് കാര്യവും എന്താ? ആള്, സമ്മ്, സം നോട്ട്, ഈ മൂന്നാൾക്കാരും ഈ മൂന്ന് വേർഡും ഇൻഡെഫിനിറ്റ് ആണ്. എന്ന് വെച്ചാൽ അൺസെർട്ടേൺ ആണ്. എന്താണ്? അൺസെർട്ടേൺ എന്ന് വെച്ചാൽ ഉറപ്പുള്ളതല്ല. ഇവന്മാർ 100% ഉറപ്പുള്ളതല്ല. കാരണം എൻ്റെ കൺക്ലൂഷനിൽ സം ബി ആർ എ ഉണ്ട്, അതുപോലെ ഇതുപോലെ ഒരു പോസിബിലിറ്റി കേസും കിട്ടിയില്ലേ? അപ്പോൾ ഇതുപോലത്തെ ഒരു പോസിബിലിറ്റി കേസ് എന്തിൽ കിട്ടും? സമ്മിലും, സം നോട്ടിലും, ആളിലും കിട്ടും. അതുകൊണ്ട് ഇവന്മാരെ നമ്മൾ പറയും അൺസെർട്ടേൺ എന്ന് പറയും. ഇവന്മാരെന്ത് പറയും? അൺസെർട്ടേൺ. ഓൾ, സമ്മ്, സം നോട്ട്. കാരണം ഇവന്മാർ മൂന്ന് പേരിൽ നമുക്ക് എന്ത് വരും? പോസിബിലിറ്റി കേസ് വരും, സാധ്യത വരാം. എന്നാൽ നമ്മുടെ നോ എന്ന് പറയുന്ന ആള്, അവനെന്ന് പറയുന്നത് അൺസെർട്ടേൺ അല്ല, ഇവൻ എപ്പോഴും സെർട്ടേൺ ആയിരിക്കും. ഇത് ഉറപ്പുള്ളതായിരിക്കും. 100% ഷുവർ. നമ്മൾ സെർട്ടേൺ എന്ന് പറഞ്ഞാൽ 100% ഷുവർ. 100% ഷുവർ. അപ്പോൾ 100% ഷുവർട്ടി ഉള്ള കാര്യത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സെർട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ നോ എന്ന് പറയുന്ന കേസ് മാത്രം എന്തായിട്ടുള്ളൂ? സെർട്ടേൺ ആയിട്ടുള്ളൂ. 100% ഷുവറാ. കാരണം അതിൽ പോസിബിലിറ്റി കേസ് ഒന്നും വരത്തില്ല. എന്തില്ല?
നോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഒരിക്കലും പോസിബിലിറ്റി കേസ് വരത്തില്ല. ഇവിടെ നമ്മൾ പറയുന്ന പോലെ ഒരു പോസിബിലിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ബാക്കിയുള്ള 3 പേരിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പോസിബിലിറ്റി കേസ് പറയാനായിട്ട് പറ്റും. ഓക്കെ, നോക്കാമല്ലോ എങ്ങനെയാ പറയാൻ പറ്റുന്നത് നോക്കാമല്ലോ. അപ്പോൾ ഇത് എന്താണെന്ന് കിട്ടിയാലോ, ഇത് അൺസർട്ടൺ ആണ് അവന്മാർ 3 പേരും, ഇവൻ സർട്ടൺ ആണ്. എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഓൾ കഴിഞ്ഞല്ലോ. ഓളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഓളിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ രണ്ടാമത്തെ ആളിലേക്ക് ഞാൻ പോവുകയാണ്. രണ്ടാമത്തെ ആളാരാ? അപ്പോൾ ഓൾ കഴിഞ്ഞു. സം. അപ്പൊ സം എടുക്കുമ്പോൾ സമ്മിലും നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരിക്കും. നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നമുക്ക് അതിൽ നിന്ന് കുറച്ച് കൺക്ലൂഷൻസ് നമ്മൾ തന്നെ അനുമാനിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. സം എ ആർ ബി. കുറച്ച് എ എന്താണ്? ബി ആണ്. സം എ ആർ ബി. കുറച്ച് എ ബി ആണ് എന്ന് വെച്ചാൽ എയിലുള്ള കുറച്ച് ആൾക്കാർ എങ്ങോട്ട് പോകും? ബിയിലോട്ട് പോകും എന്നല്ലേ പറയുന്നേ? ആണല്ലോ. എന്താ, എയിലുള്ള കുറച്ച് ആൾക്കാർ എങ്ങോട്ട് പോകും? ബിയിലോട്ട് പോകും. അപ്പോൾ നമ്മൾ വെൻ ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ അവനെ എങ്ങനെയാ പറയുന്നേ? ഇത് എ ആണെങ്കിൽ എന്റെ കുറച്ച് ആൾക്കാർ എങ്ങോട്ട് പോകും? ബിയിൽ പോവും. സം എ ആർ ബി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇതുപോലെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കോമൺ ആയിട്ട് കണ്ടോ, എയിലും ബിയിലുള്ള ഈ ഒരു ഭാഗം എന്തായിരിക്കും? കോമൺ ആയിരിക്കും. ക്ലിയർ? എൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ സ്റ്റേറ്റ്മെന്റ് അല്ലേ, സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ്. സം എ ആർ ബി. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റുന്ന കൺക്ലൂഷൻസ് എന്തൊക്കെയാ? കൺക്ലൂഷൻസ് ഒന്നാമത്തെ കൺക്ലൂഷൻ, സം എ ആർ ബി ആണെങ്കിൽ, കുറച്ച് എ ബി ആണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് ബി എ ആയിരിക്കില്ലേ? ഇവിടെ നിന്ന് പോയാൽ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ കുറച്ച് ബി അതാണല്ലോ, ഉറപ്പല്ലേ? വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം സം ബി ആർ എ. സം ബി ആർ എ. ക്ലിയർ? എൻ്റെ ഒന്നാമത്തെ കൺക്ലൂഷൻ ഡെഫിനിറ്റ് കൺക്ലൂഷൻ അല്ലേ, ഉറപ്പുള്ളതല്ലേ? സം എ ആർ ബി ആണെങ്കിൽ ഉറപ്പായിട്ടും സം ബി ആർ എ ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ കൺക്ലൂഷൻ ഇതാ, എൻ്റെ ഡെഫിനിറ്റ് കൺക്ലൂഷൻ ഇതാ. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, എവൻ അൺസർട്ടൺ അല്ല, ഉറപ്പുള്ള അല്ലെ? 100% ഉറപ്പാണോ? അല്ല. കാരണം ഇതിൽ നമുക്ക് കുറച്ച് പോസിബിലിറ്റി കേസും കൂടെ വരാം. അങ്ങനെയാണെങ്കിൽ എവന്റെ പോസിബിലിറ്റി കേസ് എന്തൊക്കെയാ? എവന്റെ പോസിബിലിറ്റി കേസും കൂടെ വരാം. അപ്പൊ ഇത് പറയാൻ പോകുന്നത് പോസിബിലിറ്റി കേസാണ്. പോസിബിലിറ്റി, ഇതിൽ എന്തൊക്കെ പോസിബിൾ ആകാം എന്നാണ്. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഈ എ വലുതായിട്ടിരിക്കുന്ന എ അല്ലേ, ഇതിനെ ഞാനിങ്ങനെ ചെറുതാക്കി കുഞ്ഞാക്കി. ഓക്കെ, കുഞ്ഞാക്കി എന്താ, വീണ്ടും എനെ ചെറുതാക്കി. ഇങ്ങനെ ചെറുതാക്കി എ ഇതാ ഇങ്ങ് അറ്റത്ത് വന്നു. അപ്പോൾ ഇത്രയും ഭാഗം എന്തായിട്ട് മാറി? നമ്മുടെ എ ആയിട്ട് മാറി അല്ലേ? ഇത്രയും ഭാഗം എന്തായിട്ട് മാറി? എ ആയിട്ട് മാറി. ഇപ്പൊ ഇതിൻ്റെ അകത്തായി എ വന്ന് കിടക്കുന്നേ. ഇത് ഫുള്ളും ബിയാ അല്ലെ? എനെ ചെറുതാക്കി ഞാൻ ഇത്രയും ഭാഗം കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ലേ? എന്ത് പറയാം? ഓൾ ബി ആർ അല്ലെങ്കിൽ ഓൾ എ ആർ ബി അല്ലെ? ഓൾ എ ആർ ബി all A R B is a possibility. എനിക്ക് പറഞ്ഞൂടെ? all A R B is a possibility. ഇതൊരു പോസിബിലിറ്റി കേസ് അല്ലേ? ആണല്ലോ, ഉറപ്പല്ലേ? ആണ്. മൂന്നാമത് എനിക്ക് മറ്റൊരു പോസിബിലിറ്റിയും കൂടെ കിട്ടും. എന്താ? ഇതുപോലെ എനിക്ക് എനെ ചുരുക്കിയ പോലെ എനിക്ക് ബിനെ ചുരുക്കി കൊണ്ടുവരാമല്ലോ. ചുരുക്കി വന്നു കഴിഞ്ഞാൽ ബി എല്ലാം കൂടെ ഇതിൻ്റെ അകത്ത് നിൽക്കൂലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റൊരു കേസും കൂടെ പറയാം. എന്താ? all B R A is a possibility. അതൊരു പോസിബിലിറ്റി അല്ലേ? all A R B എന്ന് പറയുന്നത് പോസിബിൾ ആണ്. അതേപോലെ all B R A എന്ന് പറയുന്നതും പോസിബിൾ ആണ്. ഓക്കെ, പോസിബിൾ അല്ലാതെ അല്ലല്ലോ അല്ലെ? പോസിബിൾ അല്ലേ നമുക്ക്? അപ്പൊ പോസിബിൾ പറഞ്ഞു കഴിഞ്ഞാൽ, പോസിബിലിറ്റി എന്ന് പറയുന്ന വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ യവൻ കറക്റ്റ് ആണ്, യവനും കറക്റ്റ് ആണ്. അല്ല, പോസിബിലിറ്റി പറയാതെയാണ് പറയുന്നതെങ്കിലോ all A R B എന്ന് പറയാൻ പറ്റുമോ? എല്ലാ എയും ബി ആണോ? എല്ലാ എയും ബി ഒന്നും അല്ല. all A R B is a possibility എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ശരിയാണ്. അല്ലാതെ all A R B എന്ന് ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? അല്ല. കാരണം ഇവിടെ സം A R B കുറച്ച് A R B നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ? ഡൗട്ട് ഉണ്ടോ?
ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ പോസിബിലിറ്റി എന്ന് പറയുന്ന കേസിൽ മാത്രം ഇവൻ ശരിയാണ്, അല്ലാത്ത കേസിലൊന്നും ഇവൻ ശരിയല്ല. അപ്പോൾ സമ്മിൽ നമുക്കൊരു കൺക്ലൂഷൻ കിട്ടും, എന്താ? സം BRA അവൻ ഉറപ്പായിട്ടും ശരിയാണ്. യവന്മാര് പോസിബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ശരിയാണ്. ക്ലിയർ? ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. സമ്മിന്റെ കേസ് ആയല്ലോ, സമ്മ്. അപ്പോൾ ആളായി സമ്മായി. അപ്പോൾ സമ്മ് വരുമ്പോൾ നമ്മൾ ഇതുപോലെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ആണല്ലോ? ആണ്. അടുത്തതിലേക്ക് പോവാം. അടുത്തെന്ന് പറയുന്ന ആരാ? സം നോട്ട്. അടുത്ത ആള് സം നോട്ട്. പോവാല്ലോ? പോവാം. എന്താണെന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ ആള് സം നോട്ടിലേക്ക് പോവാം. സം നോട്ട് എന്ന് വെച്ചാൽ ആരൊക്കെയുണ്ട് ഇവിടെ? സമ്മും അതുപോലെ നോട്ടും. കുറച്ച് ഇല്ല, സമ്മ് കുറച്ച് ഇല്ല എന്നുള്ള അർത്ഥം. സം നോട്ട് കുറച്ചല്ല. അപ്പോൾ യവനെ നമ്മൾ എങ്ങനെയാ, അല്ലെ സമ്മിൻ്റെയും നോട്ടിൻ്റെ ഒരു മിക്സ് ആയവൻ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് യവനെ നമുക്കൊന്ന് പറയാൻ പറ്റുക നോക്കാം. സം നോട്ട്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് എങ്ങനെയായിരിക്കും? സ്റ്റേറ്റ്മെന്റ് സം AR not B. സം AR not B. കുറച്ച് A എന്തല്ല? B അല്ല. സം AR not B. കുറച്ച് A B അല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിപ്പോൾ ഒരു എയിൻ്റെ ഹൗസാ, അല്ലേ? ഇതൊരു എയിൻ്റെ ഹൗസാ. ഇത് ഇവിടെ A ഉണ്ട്, ഇതിൽ B ഉണ്ട്. ഓക്കെ, ഇത് ബിൻ്റെ ഹൗസാ. B. ഓക്കെ, ഇത് ബി ആ. എയിൽ ഇപ്പോൾ ഒരാൾ ഇരിപ്പുണ്ട്. എയിൽ ഒരു 10 പേരുണ്ട്. എയിൽ 10 ആൾക്കാരുണ്ട്. അതിൽ ഒരാൾ ഈ ഒരാൾ ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്ത ഈ ഒരാൾ എന്തൊക്കെ കാരണവശാലും ബിയിലോട്ട് പോവില്ല. എയിൽ കുറേ ആൾക്കാരുണ്ട്, പക്ഷേ എയിലുള്ള ഒരാൾ ഈ ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരാൾ എന്ത് ചെയ്യില്ല? ബിയിലോട്ട് പോവില്ല എന്നാ അതിൻ്റെ മീനിങ്. ഓക്കെ, എന്താ? എയിലുള്ള ഈ ഒരാൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? ബിയിലോട്ട് പോവില്ല. ഓക്കെ, എന്ന് വെച്ച് ബാക്കിയുള്ളവർ അങ്ങോട്ട് പോവില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ, പോകാമല്ലോ, കുഴപ്പമുണ്ടോ? അവർക്ക് അങ്ങോട്ട് പോകാമല്ലോ. അതുപോലെ ബിയിലുള്ള എല്ലാവർക്കും എയിലോട്ട് വരാവോ? വരാമല്ലോ. വല്ല തടസ്സമുണ്ടോ? അവർക്ക് വരാമല്ലോ. പക്ഷെ ഉറപ്പാണോ? ഇല്ല. നമുക്ക് 100% ഷുവർ ഉണ്ടെങ്കിലേ നമുക്കത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റൂ. പക്ഷേ ഇതെല്ലാം പോസിബിൾ ആണ്. എയിലുള്ള ബാക്കി ഈ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അങ്ങോട്ട് പോകാൻ പറ്റും. ബിയിലുള്ള എല്ലാവർക്കും അതേപോലെ എയിലോട്ടും വരാൻ പറ്റും. പോസിബിൾ ആണ്. ദാറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, അങ്ങനെയെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മുടെ സം നോട്ട് എന്ന് പറയുന്ന കേസ്. നോക്കാമല്ലോ, നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അവനെ ഡിനോട്ട് ചെയ്യുന്നത് എന്താ? സം നോട്ടിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഇത് എ, ഇവിടെ ബി. ഓക്കെ, എയിലുള്ള കുറച്ച് ആൾക്കാർ എന്ന് വെച്ചാൽ എയിലുള്ള ഇത്രയും ആള് എന്തല്ല? ബിയിലോട്ട് പോവത്തില്ല. എയിലുള്ള കുറച്ചാള് ബിയിലോട്ട് ഒരിക്കലും പോവില്ല എന്നാണ് എന്ത് പറയുന്നത്? സം AR not B. അപ്പോൾ ഇതുപോലത്തെ സെന്റൻസ് നമുക്ക് എവിടെ ഉണ്ടെങ്കിലും നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാ? സം AR not B ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇതില് നമുക്ക് ഉറപ്പായിട്ടും പറയുന്നത് എന്താ? ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളുണ്ട്. ഓക്കെ, സം AR not B ആണെങ്കിൽ എല്ലാ എക്കും ബിക്കകത്തോട്ട് പോകാൻ പറ്റുമോ? ഒരാൾ പുറത്ത് കിടക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൽ കുറച്ച് കൺക്ലൂഷൻസ് അവർ പറയാണ്. ഇപ്പോൾ കുറച്ച് കൺക്ലൂഷൻ പറയാണ്. ആൾ AR B എന്ന് പറയുന്ന ഒരു കൺക്ലൂഷൻ ക്വസ്റ്റ്യൻ അവർ പറയാണ്. ഇതൊരു കൺക്ലൂഷനാണ്. നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നാ നോക്കേണ്ടേ. ആൾ AR B ഒരു കൺക്ലൂഷൻ പറയാണ്. ശരിയാണോ? എല്ലാ എയും ബി ആണോ? എല്ലാ എയും ബി അല്ല, കാരണം ഒരാൾ പുറത്ത് കിടക്കും. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്ന ഈ സെന്റൻസ് ശരിയാണെന്ന് പറയാൻ പറ്റുമോ? ശരിയാണെന്ന് പറയാൻ പറ്റില്ല. അത് തെറ്റല്ലേ? ഓക്കെ, ആൾ AR B എന്ന് പറയുന്ന സെന്റൻസ് തെറ്റല്ലേ? തെറ്റാണ്. കാരണം ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഒരാൾ ഇവിടെ മിച്ചം കിടപ്പുണ്ട്. ഓക്കെ, ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറെ പോസിബിലിറ്റി പറയാം. എന്ത് പറയാം? കുറച്ച് പോസിബിലിറ്റി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതിൽ ഈ ഒരു സെന്റൻസിൽ നമുക്ക് വരാൻ പോകുന്ന പോസിബിലിറ്റീസ് ഇതൊക്കെയാണ് കേട്ടോ. പോസിബിലിറ്റി
പോസിബിലിറ്റി എന്ന് പറയാം. ഒന്നാമത്തെ ആള് സം എ ആർ ബി ഒരു പോസിബിലിറ്റി അല്ലേ? സം എ ആർ ബി ഈസ് എ പോസിബിലിറ്റി. എന്ത് വരാം? കുറച്ച് എക്ക് ബി ആകാനുള്ള പോസിബിലിറ്റി ഉണ്ടല്ലോ. ഉണ്ട്. അതേപോലെ 2 സം ബി ആർ എ ഈസ് എ പോസിബിലിറ്റി. അതൊരു പോസിബിലിറ്റി ആണല്ലോ. കുറച്ച് ബിക്ക് എ ആകാനുള്ള സാധ്യതയുണ്ടല്ലോ. ആകാം. സം ബി ആർ എ ഈസ് എ പോസിബിലിറ്റി. കുറച്ച് ബിക്ക് എ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ ഓൾ ബി ക്യാൻ ബി എ. എല്ലാ ബിക്കും എന്റെ അകത്ത് വന്നൂടെ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് എയിലുള്ള ഒരാൾ അങ്ങോട്ട് പോവില്ല എന്നേ ഉള്ളൂ. പക്ഷേ ബിയിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ എന്റെ അകത്തോട്ട് വരാം. വന്നൂടെ? അങ്ങനെയാണെങ്കിൽ ബിയിലുള്ള എല്ലാവർക്കും എയിൽ വന്നൂടെ? അതൊരു പോസിബിലിറ്റി അല്ലേ? അതൊരു സാധ്യതയല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം, എന്ത് പറയാം? all ബി ആർ എ ഈസ് എ പോസിബിലിറ്റി എന്ന് എനിക്ക് പറയാം. ഈസ് എ പോസിബിലിറ്റി. ഓക്കെ. ഓൾ ബി ആർ എ, എല്ലാ ബിക്കും എന്റെ അകത്ത് വരേണ്ട ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് എനിക്ക് പറഞ്ഞൂടെ? പറയാൻ പറ്റും. ഓക്കെ. ഇത്രയേ ഉള്ളൂ നമ്മുടെ സം നോട്ട് എന്ന് പറയുന്ന കേസ്. സം നോട്ട് ഓക്കെ ആണോ? പ്രശ്നമുണ്ടോ? എന്തേലും കുഴപ്പം ഇല്ല. അപ്പൊ നമ്മൾ 3 ആൾക്കാരായി. ആള് നോക്കി, സം നോക്കി, സം നോട്ട് നോക്കി. ഓക്കെ. അടുത്ത കേസിലോട്ടും കൂടെ പോവാമല്ലോ. ലാസ്റ്റത്തെ ആള് നമ്മുടെ നോ എന്ന് പറയുന്ന ആളിലോട്ടും കൂടെ പോവാം. നോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആള്. ഇതിൽ ഈ നോ എന്ന് പറയുന്ന ആള് മാത്രമാണ് എന്ത്? സെർട്ടേൺ ആയിട്ടുള്ളത്, ഉറപ്പായിട്ടുള്ളത്. തീർച്ച. നോ പറയുമ്പോൾ നോ എ ഈസ് ബി എന്ന് പറയാണ്. ഒരു എയും ബി അല്ല. ഒരു എയും ബി അല്ലെങ്കിൽ ഇത് എ ആണ്. എയിലുള്ള ഒരാളും എങ്ങോട്ട് പോവില്ല? ബിയിലോട്ട് പോവില്ല. എയിലുള്ള ഒരാളും എന്തോ പോവില്ല? ബിയിലോട്ട് പോവില്ല. നോ എ ഈസ് ബി. ഒരു എയും എന്തല്ല? ബി അല്ല. അപ്പം നമ്മൾ അവനെ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ ഒരു വര കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഏത് കൊടുത്താലും നോ എ ഈസ് ബി. എയിലുള്ള ഒരാളും അങ്ങോട്ട് പോവില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ തീർച്ചയായിട്ടും ഒരേ ഒരു കൺക്ലൂഷനേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഒരു പോസിബിലിറ്റിയും ഇല്ല. ഒരേ ഒരു സെർട്ടേൺ ആയിട്ടുള്ള ഒരു കൺക്ലൂഷനേ ഉള്ളൂ. സെർട്ടേൺ കൺക്ലൂഷൻ. നമ്മുടെ ഒരേ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നോ ബി ഈസ് എ. നോ ബി ഈസ് എ. ഒരു എയും ബിയിലോട്ട് പോയില്ല. അവന്മാർ എന്താ? അമ്മ തമ്മിൽ കുറച്ച് പ്രശ്നക്കാരാണെങ്കിൽ ഒരു എയും അങ്ങോട്ട് പോയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു ബിയും തിരിച്ച് എയിലോട്ടും വരില്ല. അങ്ങനെ ആയിരിക്കും. ഒരേ ഒരു കൺക്ലൂഷനേ ഉള്ളൂ. നോ ബി ഈസ് എ. ഒരു ബിയും എന്തല്ല? എ അല്ല. അപ്പോൾ ഇവിടെ നമുക്ക് പോസിബിലിറ്റി കേസ് വന്നില്ല. അതാണ് നമ്മുടെ നോയിൻ്റെയും ബാക്കിയുള്ളവരും തമ്മിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ ആണല്ലോ? ആണ്. ബാക്കിയെല്ലാം നമ്മുടെ സെർട്ടേൺ ആണ്, അല്ലെ? അൺസെർട്ടേൺ ആണ്. നമ്മുടെ നോ എന്ന് പറയുന്നത് സെർട്ടേൺ ആണ്. കാരണം നോയിൽ ഒരേ ഒരു കൺക്ലൂഷൻ മാത്രമേ ഉള്ളൂ. നോ ബി ഈസ് എ. പക്ഷേ ബാക്കി 3 പേരിലും എന്തുണ്ട്? അൺസെർട്ടേൺ ആണ്. അവന്മാരിൽ കൺക്ലൂഷനുണ്ട്, സെർട്ടേൺ കൺക്ലൂഷനുണ്ട്, അതുപോലെ അൺസെർട്ടേൺ ആയിട്ടുള്ള കൺക്ലൂഷനും ഉണ്ട്. പോസിബിലിറ്റി കേസും കൂടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവന്മാരെ എന്ത് പറയാം? ഇവനെ നമുക്ക് സെർട്ടേൺ എന്ന് പറയാം. പറഞ്ഞൂടെ? അപ്പൊ നമുക്ക് ഈ 4 നമ്മുടെ കീ വേർഡ്സിന്റെയും ഡയഗ്രാംസ് നമുക്ക് പഠിച്ചല്ലോ, അല്ലെ? ആൾ എ ആർ ബി, സം എ ആർ ബി, സം എ ആർ നോട്ട് ബി, നോ എ ഈസ് ബി. 4 പേരുടെയും ഡയഗ്രാം നന്നായിട്ട് ശ്രദ്ധിച്ചു കൊടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ഇതിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ബാക്കി കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.